ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അതുപോലെ ബിൽഡിംഗ് വർക്കുകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രീഷ്യന്മാരായാലും സൂപ്പർവൈസർമാരായാലും ഇപ്പോൾ സാധാരണക്കാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, എന്നാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസിൻ്റെ ഏറ്റവും മുകളിൽ 4ാമത്തെ ഫ്ലോറിൽ റൂഫ് ടോപ്പിൽ ഷീറ്റൊക്കെ ചെയ്തതിന് ശേഷം അതൊരു ഫ്ലോറാക്കി മാറ്റിയിട്ട് അവിടെയുള്ള ഇലക്ട്രിക്കൽ വർക്ക് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജിപ്സം സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ, അതുപോലെ അതിൻ്റെ മുകളിലുള്ള എസിൻ്റെ ഡക്റ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ സീലിങ്ങിൻ്റെ മുകളിൽ പോകുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജിപ്സം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കോൺഡ്യൂട്ടിങ് വർക്കുകൾ, മുകളിലുള്ള ലൈറ്റ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ട്, ഒരു സിമ്പിൾ ഡ്രോയിങ് ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് പോയിൻറ്റുകളും ലൈറ്റ് പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ വയറിങ് ചെയ്യും. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കോൺഡ്യൂട്ടിങ് കഴിഞ്ഞിട്ട് വയറിങ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ സ്വിച്ച് ബോർഡ് ഫിറ്റിങ്, അതേപോലെ കണക്ഷൻ, ലൈറ്റ് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഉള്ളത് വലിയൊരു ഹോള് നമ്മൾ ഈ വുഡൻ ഫർണിച്ചർ കൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ റൂമുകളാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സ്വിച്ച് ബോർഡിനൊക്കെ വരുന്നത്, സ്വിച്ച് ബോർഡ് വരുന്ന ഏരിയകളാണിത്. അതുപോലെ ഇവിടെ എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡ് കൊണ്ട് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്ററാണ് ഈ പാർട്ടീഷൻ്റെ ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ബോർഡെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് മെറ്റൽ ബോക്സ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ സ്വിച്ച് ബോർഡ് വരുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്കൊക്കെ ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ഫുള്ളായിട്ട് ലൈറ്റ് വരുന്നത്, അതിൻ്റെ കൺട്രോൾ ഈ സൈഡിലാണ് ഇപ്പോൾ നേരത്തെ കാണിച്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഈ ഞാൻ പറഞ്ഞില്ല, ഈ പാർട്ടീഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് കുറവാണ്, ആ ഒരു ഏരിയയിൽ വെളിച്ചൊക്കെ കുറവാണ് പാർട്ടീഷൻ ചെയ്തുകൊണ്ട്. അതിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ജിപ്സം സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ പാർട്ടീഷൻ ചെയ്യുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഉണ്ടാകും. ഒരു സൈഡിൽ ഇപ്പോൾ നമുക്ക് പൈപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലൈവുഡ് ഫിനിഷ് ചെയ്തിട്ടില്ല, ആണ് ഈ സൈഡിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതിലൂടെ അടിയിലേക്ക് ഇറക്കണം. നമുക്ക് ചെറിയ കട്ടിങ് കൊണ്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഏരിയയിലൂടെ സ്വിച്ച് ബോർഡിലേക്ക് അടിയിലേക്ക് ഇറക്കും, മുകളിൽ താഴേക്ക് ഇറക്കും. ഇവിടെ കട്ട് ചെയ്തിട്ട് കാർപ്പൻറ്റർമാരെ കൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം പൈപ്പ് അടിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഈ സൈഡ് ക്ലോസ് ചെയ്യാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 2 സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, മൈക്കൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൈപ്പ് ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. 1 സൈഡ് മാത്രമേ ഫിനിഷ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ സൈഡിൽ നമുക്ക് പൈപ്പും കോൺട്രാക്റ്റിങ്ങും പരിപാടി കഴിഞ്ഞിട്ട്, വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ പാടുള്ളൂ. കാർപ്പൻറ്റർമാരുടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ഡിവൈഡ് ചെയ്ത ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത ഒരു റൂമാണ്, ഒരു ഓഫീസ് റൂമാണിത്. തൊട്ടിപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു കോൺഫറൻസ് റൂമാണ്. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും കാണുന്നില്ല, കുറച്ച് ഇരുട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് റൂമുകൾ വരുന്നത് മാത്രം പറയുന്നത്. അതിനുശേഷം ആ ഒരു വെളിച്ചുള്ള ഏരിയ തന്നെ കാണിച്ചു തന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ഫുള്ളായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ആക്കിത്തരാം. ഈ ഏരിയ ഇവിടെ ഈ ഏരിയയിലൊക്കെ വർക്കുകൾ നടക്കുന്നേ ഉള്ളൂ. കാർപ്പൻറ്റർമാരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെയാണ് മെയിനായിട്ട് വരുന്നത് ടെക്സ്റ്റൈലിൻ്റെ ഏരിയ വരുന്നത്. ഈ ഒരു സീലിങ്ങിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കോൺട്യൂട്ട് ചെയ്യുന്നത്, ഈ ചാനലിൻ്റെ മുകളിലൂടെ. കാരണം ഇവിടെ ഓരോരോ പോയിന്റുകളായിട്ട് ഒറ്റ കോൺട്യൂട്ടിങ്ങനെ നീളത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ, ജംഗ്ഷൻ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒന്നും വരുന്നില്ല. സാധാരണ നമ്മൾ നല്ല ഒരുപാട് പൈപ്പുകളുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കേബിൾ ട്രേ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ടായത്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. ഇവിടെ പിന്നെ സീലിംഗ് ഇല്ലാത്ത ഭാഗമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, 1 സൈഡ് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ റൂമിലേക്കുള്ള DBകളൊക്കെ കണ്ടിട്ടുണ്ട്, DB ഫിക്സിങ്. ഇവിടെ താഴെ നമ്മൾ പാനൽ ബോർഡ് ഇലക്ട്രിക്കൽ റൂമിൽ നിന്ന് ഇവിടത്തേക്ക് കേബിൾ, UG കേബിൾ 16 സ്ക്വയർ mm ഈ 4 കോർ കേബിൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ തൊട്ടുപുറത്ത് തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ DB ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെയാണ് DB ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം DB എന്നുള്ള ഓരോ സർക്യൂട്ടുകൾ നമ്മൾ നേരത്തെ കാണിച്ച് അവിടത്തേക്ക് കൊണ്ടുപോകണം. സ്വിച്ച് ബോർഡിൻ്റെ പൊസിഷൻ കാണിച്ച് അവിടത്തേക്ക് ഈ DBന്ന് ഓരോരോ സർക്യൂട്ടുകൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യുമ്പോൾ, വർക്ക് ചെയ്യുന്ന സമയത്ത്
നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ കാർപ്പൻറ്റർമാരെ കൂടെ തന്നെ നമ്മൾ വേണം. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിൻ്റെ തിക്നെസ് ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും മിനിമം വേണം. അതായത് ഈ പാർട്ടീഷൻ്റെ 5 സെൻറ്റിമീറ്റർ, പാർട്ടീഷൻ്റെ വീതി 5 സെൻറ്റിമീറ്ററെങ്കിലും വേണം. പറയാൻ കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് സ്വിച്ച് ബോർഡ്, അതുപോലെ സ്വിച്ച് ഉള്ളിലേക്ക് പോകും, അതുപോലെ പ്ലഗിൻ്റെ ഒരു തിക്നെസ് എങ്കിലും ഉള്ളിലേക്ക് പോകും. അതുകൂടി നമ്മൾ കാണണം. അപ്പോൾ വളരെ കുറഞ്ഞ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ നമ്മൾ പാർട്ടീഷന് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലൈറ്റ് ഫിറ്റിങ് സ്വിച്ച് ബോർഡ് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും, ബാക്കോട്ട് പോകില്ല. ആ ഒരു ക്ലിയറൻസ് നമ്മൾ കാണണം. അതുപോലെ ഇപ്പോൾ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് പൈപ്പ് കോൺഡ്യൂട്ടിങ് അടിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളിപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് സ്മൂത്തായിട്ട് കോൺഡ്യൂട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കോൺഡ്യൂട്ടി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം, വീഡിയോ എല്ലാം ചെയ്യാം. ഓക്കെ, താങ്ക് യു.